ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് സ്പൈസിയും കുറുകിയ ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു ഞണ്ട് കറിയുമായിട്ടാണ്. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പിന്നെ എനിക്ക് കിട്ടിയത് ഞണ്ടാണ്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഇതുപോലെ ഒരു ഞണ്ടെടുത്ത് അതിൻ്റെ ഇവിടെയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഇതിവിടെ ഇങ്ങനെ ഈ ഭാഗം ഇതുപോലെ ഇങ്ങനെ പിടിച്ച് അടർത്തിയെടുക്കുക. അടർത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ ഉണ്ടാകും. അതിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഇതുപോലെ അങ്ങ് അടർത്തിയെടുത്ത് കളയണം. ഇവിടെ ചളിയൊക്കെ ഉണ്ടാകും, അപ്പോൾ അത് പൂഞ്ഞലാണ്, അത് എടുത്ത് കളയുക. അതുപോലെ ഇവിടെയും ഇതും എടുത്ത് കളയണം. കളഞ്ഞതിന് ശേഷം നമുക്ക് കഴുകണം. കഴുകി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറുങ്ങിയാണിത്. അത് ഞാൻ ആദ്യം പൊട്ടിച്ചെടുത്തിരുന്നു. അതാണിത്. ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുക്കണം. ഇതുപോലെ നടുക്കൂട്ട് ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുക്കുക. ഇതുപോലെ ഇടുക. അതുപോലെ ഈ കുറുങ്ങിയുടെ ഈ ഭാഗവും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അത് കളയേണ്ട ഭാഗമാണ്. ഇതുപോലെ ഞണ്ട് ഇതുപോലെ ഉണ്ടാവുക. ഇതെടുക്കുക. ഇതും ഇതിൻ്റെ കുറുങ്ങിയും എടുക്കുക. അതുപോലെ ഇതും കട്ട് ചെയ്യുക. ഇതിൻ്റെ ഈ ഭാഗവും കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ എടുത്ത് ഈ ഭാഗം കളയേണ്ടതാണ്. അതുപോലെ ഇതും കളയേണ്ടതാണ്. ഇങ്ങനെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഇവിടെയുമുണ്ട് ഒന്ന്, ഇതും കളയണം. അതിന് ശേഷം ഈ ഭാഗം ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുക്കുക. ഇങ്ങനെയാണ് ഞണ്ട് കട്ട് ചെയ്യേണ്ടത്. അത് നിന്നെല്ലാം നമുക്ക് അതുപോലെ ചെയ്തെടുത്ത് കഴുകിയെടുത്ത് വൃത്തിയാക്കി കൊണ്ടുവരാം. ഇതിവിടെ കഴുകിയെടുത്ത് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഞണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളവും ഒഴിച്ച് സ്റ്റൗ మీద വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇതിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. ഇത് കറി വെക്കുന്നതിന് മുന്നേ ഒന്ന് ഇത് ചൂടാക്കി എടുത്താൽ അതിൻ്റെ ഇറച്ചി ഒഴുകി പോകാതിരിക്കും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞണ്ടിവിടെ മഞ്ഞളും മുളകും ഉപ്പും ഒക്കെ ഇട്ട് ചൂടാക്കി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ ആണ് ഉണ്ടാവുക. നമുക്ക് പകുതി എടുത്തിട്ടാണ് ഞാൻ കറി വെക്കുന്നത്. എന്നാൽ നമുക്ക് കറി വെക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റൗ మీద ഒരു പാൻ സ്റ്റൗ మీద വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉലുവയാണ് അതിട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ഉള്ളി കട്ട് ചെയ്യുന്നതാണ്, നേരിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളിയാണ്, ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തിട്ടുള്ളതാണ്, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് അതുകൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. എണ്ണ കിട്ടുവാൻ വേണ്ടി 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ആ ഉള്ളി അവിടുന്ന് വഴന്നു വരുന്ന നേരം കൊണ്ട് നമുക്ക് ചെറിയൊരു കടായിലേക്ക് കുറച്ച് നേരിയ രീതിയിൽ കട്ട് ചെയ്തെടുത്ത ഉള്ളിയും ഒരു തക്കാളിയുടെ പകുതി തക്കാളിയും 1 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും ഒരു കറിവേപ്പിലയുടെ 2-3 ലീഫാണ്, അതുകൂടി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റി കൊടുത്ത് മിക്സിയിൽ അടിച്ച് കൊണ്ടുവന്ന് അരച്ചിട്ട് നമുക്ക് ആ കറിയിലേക്ക് ചേർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് സ്റ്റൗ మీద വെച്ചൊന്ന് വഴറ്റി കൊടുക്കണം. എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, ഒന്ന് കുറച്ചൊന്ന് ചൂടായി വന്നാൽ മതി. അതിൻ്റെ പച്ചച്ചുവ ഒന്ന് പോയി വന്നാൽ മതി. എടുക്കാനുള്ള ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഉള്ളിയും തക്കാളിയും വാട്ടിയ ഇതിവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്കതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിവിടെ മാറ്റി വെക്കാം. ഇവിടെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇതിന് മല്ലിപ്പൊടി കുറച്ച് കൂടുതലായിട്ട് വേണം, അതുകൊണ്ട് 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പൊടിയുടെ പച്ചമണം ഒന്ന് മാറി വരണം. പിന്നീട് ഇതിലേക്കൊരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്, 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയാണ്. എല്ലാം ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് അരച്ച് വെച്ച മസാലയുടെ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. പിന്നീട് 2 ടേബിൾ സ്പൂൺ പുളിവെള്ളമാണ്, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് വേവിച്ച് വെച്ച ഞണ്ടുണ്ടല്ലോ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം.
കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വരണം. നമുക്ക് നോക്കാം. കറി ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു തണ്ട് കറിവേപ്പിലയാണ് അതിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില കട്ട് ചെയ്തതാണ് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ കറിക്ക് ടേസ്റ്റ് കൂട്ടാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഒരു 1/4 കപ്പില്ല, 1/4 കപ്പിൽ കുറവാണ്. ഒരു തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒഴിച്ച് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു തിള വരികയേ വേണ്ടൂ. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ തിളക്കാൻ പാടില്ല. ചെറുതായ ഒരു തിള വന്നാൽ മതി. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിള വരുന്നുണ്ട്. മുളകും ഉപ്പും ഒക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റിനുണ്ട്. ഞണ്ട് വേവിക്കുമ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ആകെ മൊത്തത്തിൽ ഉള്ളി വാട്ടുന്ന സമയത്ത് 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിട്ടുള്ളത്. ഉപ്പ് കറക്റ്റാണ്. എരിവ് കുറച്ച് കുറവുണ്ട്. അതിനു വേണ്ടി നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് തീ ഓഫ് ചെയ്ത് കൊടുത്ത് മൂടിയിട്ട് കൊടുക്കാം. മൂടിയിട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് നമുക്ക് നോക്കി 1 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് സെർവ് ചെയ്യാം. നമുക്ക് മൂടി തുറന്ന് നോക്കാം. നല്ല സ്പൈസി ഞണ്ട് കറിയുടെ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. എന്നാൽ നമുക്കിത് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ഞണ്ട് കറിയാണ്. സ്പൈസി ആയിട്ടുള്ള ഞണ്ട് കറിയാണ്. നല്ല എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.